ഫ്രണ്ട്സ്, എൻ്റെ പേര് ശിവന്യ. ഏവർക്കും TS ഇൻഫോ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന, നിങ്ങളിൽ പലരും വായിച്ചിട്ടുള്ള ടോട്ടോ-ചാൻ ഒരു ജനാലക്കരികിലെ പെൺകുട്ടി എന്ന പുസ്തകമാണ്. ഉറപ്പായും നിങ്ങളിൽ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. ഒരു നല്ല കുട്ടിയാവാൻ, നല്ല മാതാപിതാക്കളാവാൻ, നല്ല അധ്യാപകരാവാൻ, നല്ല കൂട്ടുകാരൻ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല പുസ്തകമാണിത്. ജപ്പാൻകാരിയായ തെറ്റ്സുക്കോ കുറയാനഗി എന്ന ടെലിവിഷൻ അവതാരക എഴുതിയ ഒരു പുസ്തകമാണിത്. തെറ്റ്സുക്കോ കുറയാനഗിയുടെ കുട്ടിക്കാലത്തെ പേരാണ് ടോട്ടോ-ചാൻ. അവരുടെ ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണിത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ലോകത്തെ ആകെ വിസ്മയിപ്പിച്ച ഒരു സ്കൂളിനെയും ഒരു അധ്യാപകനെയുമാണ്. ഒരു ട്രെയിൽ യാത്രയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ടോട്ടോ-ചാൻ ആ യാത്രയിൽ വളരെ സന്തോഷവതിയാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചുമാണ് അവൾ ആ യാത്ര ചെയ്യുന്നത്. ടോട്ടോയെ അവളുടെ പഴയ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അവളുടെ കുസൃതികൾ കാരണം പുറത്താക്കിയതാണെന്ന് അമ്മ അവളോട് പറഞ്ഞില്ല. നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിക്കാൻ കുറച്ചും കൂടി നല്ലൊരു വിദ്യാലയത്തിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് അമ്മ അവളോട് പറഞ്ഞു. ടോട്ടോ-ചാൻ വളരെ ആകാംക്ഷയിലാണ്. അങ്ങനെ അവർ സ്കൂളിലെത്തി. ഒരു പഴയ ട്രെയിനിൻ്റെ 6 ബോഗികൾ ചേർത്ത് വച്ചതാണ് ആ സ്കൂൾ. അവിടെ പ്രധാന അധ്യാപകനായ കോബയാഷി മാസ്റ്ററെ കാണുകയും മാസ്റ്ററിന് ടോട്ടോയോട് കുറച്ചു സമയം സംസാരിക്കണമെന്ന് പറഞ്ഞു. ശേഷം മാത്രമേ സ്കൂളിൽ അഡ്മിഷൻ തരൂ എന്നായിരുന്നു കോബയാഷി മാസ്റ്ററിൻ്റെ തീരുമാനം. ഏകദേശം 4 മണിക്കൂറോളം അവർ സംസാരിച്ചു. എന്നിട്ട് അടുത്ത ദിവസം മുതൽ സ്കൂളിലോട്ട് വരാനായി മാസ്റ്റർ അവളോട് പറഞ്ഞു. ടോട്ടോ-ചാൻ വളരെ ആവേശത്തിലാണ്. അവളുടെ ആവേശത്തിൻ്റെ കാരണവും ടോമോയിലെ പ്രത്യേകതകൾ തന്നെയാണ്. അവിടെ കുട്ടികൾക്ക് സ്ഥിരമായി സീറ്റൊന്നുമില്ല. മാത്രമല്ല, നിനക്കിഷ്ടമുള്ളൊരു വിഷയം ആദ്യം പഠിച്ചു തുടങ്ങണം എന്നായിരുന്നു മാസ്റ്റർ അവളോട് പറഞ്ഞത്. അങ്ങനെ സംഭവബഹുലമാണ് ആ സ്കൂൾ. ആ കഥ കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന പാഠവലിയിൽ ചില കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, അവിടെ ഓരോ കുട്ടികൾക്കും ഓരോ മരങ്ങളായിരുന്നു ഉണ്ടായത്. അതുപോലെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ടോമോയിലെ കായികമേളയും. വർഷത്തെ അടിസ്ഥാന പാഠവലിയിൽ അതിലെ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചില്ലേ? വളരെ രസകരവും നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാവുന്ന ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ഒരിക്കലും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു നല്ല പുസ്തകത്തെ പരിചയപ്പെടുത്തിയ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി.